നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാഠഭാഗമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കാണും. ഇതൊരു റിവിഷനാണ്. ഇന്നത്തെ ഒരു റിവിഷനായി ചെയ്യുന്നത് റെസിഡൻറ്റ് എഡിറ്റർ എന്ന പാഠഭാഗമാണ്. VK-ൻ്റേത് 50 കഥകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മാധ്യമപ്രവർത്തകനായ വെങ്കടേശ അയ്യങ്കാർ ചീഫ് റിപ്പോർട്ടർ സ്ഥാനം രാജിവെക്കുന്നു എന്ന് തീരുമാനിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ആരാണ് വെങ്കടേശ അയ്യങ്കാർ? പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരു സാധാരണ റിപ്പോർട്ടറായിരുന്നു അല്ലേ? അയാളുടെ ജോലികൾ എന്തെല്ലാമായിരുന്നു? മജിസ്ട്രേറ്റ് കോടതികളുമായി ബന്ധപ്പെട്ട വിധിന്യായം എന്താണെന്ന് അറിയുക, വൈകുന്നേരം നഗരത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാർ ചെയ്തിരുന്നത്. എന്താണ് മെയ്യനങ്ങാ വേലകൾ? ശാരീരികമായ അധ്വാനം ആവശ്യമില്ലാത്ത വേലകളെയാണ് മെയ്യനങ്ങാ വേലകളെന്ന് പറയുന്നത്. അപ്പോൾ പത്രത്തിൽ അരക്കോളം എഴുതുക എന്നത് പത്രമാധ്യമവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പദമാണ് അല്ലേ? റിപ്പോർട്ടിംഗ്, ഫുൾ കോളം, കവർ പേജ്, ഹോട്ട് ന്യൂസ്, പീക്ക് ടൈം, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത്തരം വാക്കുകൾ ഇതിൽ ഏറെയും നിങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ജോലിയിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകുന്ന എപ്പോഴാണ്? ഒരുവൻ്റെ ബുദ്ധിസാമർഥ്യം, അവരുടെ പ്രവർത്തന മികവ് എന്നിവയൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും. പക്ഷേ ഇവിടെ അയ്യങ്കാരുടെ കഴിവുകേട് കൊണ്ടല്ല, തനിക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന പ്രകടനങ്ങളോ തലപ്പത്തുള്ളവരുടെ കയ്യങ്കാലം പിടിച്ച് സ്ഥാനമാനങ്ങൾ നേടാനോ തയ്യാറാവുന്നില്ല എന്നതാണ് അയ്യങ്കാരുടെ പ്രശ്നമെന്ന് പറയാൻ പറ്റില്ല. അതായത് മാധ്യമ ലോകത്ത് ജോലിയിലുള്ള കഴിവിനേക്കാൾ പ്രധാനം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കാണ്. അതായത് ഒരു വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും പ്രമോഷൻ കിട്ടാതെ വെറും റിപ്പോർട്ടർ സ്ഥാനത്ത് നിന്നും ഉയർച്ചയില്ല. എന്താണ് വ്യാഴവട്ട സ്മരണകൾ? വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ 12 വർഷക്കാലം അല്ലേ? അതായത് 12 വർഷക്കാലത്ത് സേവനപരിചയം ഉണ്ടായിട്ടും സ്ഥാനക്കയറ്റം ലഭിച്ചില്ല എന്നുള്ള ഒരു നിരാശയുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് തെളിയിക്കുന്ന ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചീഫ് റിപ്പോർട്ടർ സ്ഥാനം വരെ നേടിയപ്പോഴാണ് രാജിവെക്കാൻ പോകുന്ന തീരുമാനം വെങ്കടേശ അയ്യങ്കാർ കൈക്കൊണ്ടത്. ഇവിടെ പിറകെ വന്നവർ തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. തനിക്ക് ലഭിക്കേണ്ട പദവിയാണ് യോഗ്യത കുറഞ്ഞവരും സേവന പരിചയമില്ലാത്തവരുമായ ജൂനിയേഴ്സ് നേടിയത്. അങ്ങനെ ജോലിക്കയറ്റം കിട്ടാതെ നിരാശപ്പെട്ട് അയ്യങ്കാർ പത്രസ്വാമിയെ പോയി കണ്ട് ജോലിക്കയറ്റം കിട്ടിയില്ലെങ്കിൽ റിപ്പോർട്ടർ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയാൻ ചെല്ലുന്നു. എന്നാൽ പൊടുന്നനെ തൻ്റെ മുന്നിലേക്ക് കുതിച്ചു കുറിച്ച് ചാടിയെത്തിയ അൽസേഷൻ നായയെ പതറാതെ അദ്ദേഹം നേരിട്ടു. തൻ്റെ ഉടുമുണ്ടഴിച്ച് നായയുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് ഓടിക്കയറി. ആ പ്രതിസന്ധി ഘട്ടത്തെ ഒട്ടും പതറാതെ നേരിടാനും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാനുള്ള കഴിവാണ് അയ്യങ്കാരുടെ ആ ഒരു പ്രത്യുൽപ്പന്ന മതിത്വമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം? ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ധീരതയോടെ നേരിടാനുള്ള കഴിവിനെയാണ് പ്രത്യുൽപ്പന്നമതി എന്ന്, അങ്ങനെ നേരിടുന്നവനെയാണ് പ്രത്യുൽപ്പന്നമതി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവവിശേഷം, ആ പ്രത്യുൽപ്പന്നമതിത്വം തന്നെയാണ് അയ്യങ്കാരെ റെസിഡൻറ്റ് എഡിറ്റർ പദവിയിലേക്ക് എത്തിച്ചത്. ഈ സ്ഥാനക്കയറ്റത്തെക്കുറിച്ച് പത്രസ്വാമിയുടെ അഭിപ്രായം എന്തായിരുന്നു? അദ്ദേഹം എന്താ പറഞ്ഞത്? പ്രത്യുൽപ്പന്ന മതിയും കൊതിയനുമായ ഉനക്ക് അതൊരു ചിഹ്ന പോസ്റ്റ്. ഇവിടെ അയ്യങ്കാരെ കൊതിയൻ എന്ന പരിഹാസത്തോടെയാണ് പത്രസ്വാമി വിളിക്കുന്നത്. വെങ്കടേശ അയ്യങ്കാരിലൂടെ VK-ൻ അവതരിപ്പിക്കുന്ന നർമ്മബോധവും ആക്ഷേപഹാസ്യവും വെളിവാക്കുന്ന സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ദീർഘകാലം ജോലി ചെയ്തിട്ടും സ്ഥാനക്കയറ്റം കിട്ടാത്ത അയ്യങ്കാരുടെ സാഹസികമായ പ്രവൃത്തി, അതായത് നായയെ നേരിട്ടതിലൂടെ റെസിഡൻറ്റ് എഡിറ്റർ പദവി നൽകി എന്നതിലെ യുക്തിയില്ലായ്മ ആക്ഷേപഹാസ്യമായിട്ടാണ് VK-ൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ചോദിക്കാതെ തന്നെ സ്ഥാനമാനങ്ങൾ നൽകുന്ന അധികാരസ്ഥാനത്തുള്ളവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ VK-ൻ കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട്. കൂടാതെ VK-ൻ്റെ നർമ്മബോധത്തെ വെളിവാക്കുന്ന പ്രയോഗവിശേഷങ്ങളാണ് പത്രസ്വാമിയുടെ തമിഴ് കലർന്ന മലയാളം, കൗബീനോ ഷർട്ടും കോട്ടും ധരിച്ചുള്ള നിൽപ്പ്, വ്യാഴവട്ട സ്മരണകൾ എന്നിവയിൽ അദ്ദേഹത്തിൻ്റെ രചനാശൈലിയിലുള്ള സാമർഥ്യമാണ് തെളിയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വെങ്കടേശ അയ്യങ്കാരുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടായിക്കാണും. സ്ഥാനമാനങ്ങൾ, അതായത് അംഗീകാരം ആഗ്രഹിക്കുന്നവൻ, ധൈര്യശാലിയാണ്, പ്രത്യുൽപ്പന്നമതിയാണ്, തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അധികാരിയോട് പോലും നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ച ആളാണ് വെങ്കടേശ അയ്യങ്കാർ. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്ര നിരൂപണത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വിശേഷണത്തിന് സൂചകമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, വെങ്കടേശ അയ്യങ്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രികളുടെ സന്ദർശനവും പരിപാടികളും ലാൽ ബഹാദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കവർ ചെയ്തു. ഒരു പ്രയോഗം കണ്ടല്ലോ, കവർ ചെയ്തു. അതും പത്രമാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന
പദമാണ്. പത്രസ്വാമിക്ക് വെങ്കടേശനോട് സന്തോഷം തോന്നിയ ഒരു നിമിഷം കൂടിയാണിത്. ലാൽ ബഹദൂർ ശാസ്ത്രികളെ ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ പത്രസ്വാമി ബഹുസന്തോഷം എന്ന് അയാളെ പുകഴ്ത്തി പറയുകയുണ്ടായി. ഇങ്ങനെ ഓരോ പാഠഭാഗവും നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വരികളും അതുപോലെ തന്നെ അതിൽ പ്രധാനമെന്ന് തോന്നിക്കുന്ന വിവരണങ്ങളുടെ ആശയതലങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും നിങ്ങൾക്ക് ശരിയായിട്ടും മുഴുവനായിട്ടും എഴുതിത്തീർക്കാൻ സാധിക്കും, ഉറപ്പ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.